ഉണ്ട് ഉണ്ട്. ഒരുപാട് അച്ചാറാണെങ്കിൽ തന്നെ നമുക്ക് 85-ലധികം അച്ചാറുകളുണ്ട്. ഉപ്പിലിട്ടാണ് 30-ലധികം ഉപ്പിലിട്ട വെറൈറ്റികളുണ്ട്. അത് കൊറോണയാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചത്. കൊറോണ സമയത്ത് ഞങ്ങൾ തുടങ്ങിയതാണ്. അന്ന് സോഡ നാരങ്ങയുള്ള സംഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ദൈവാനുഗ്രഹത്തെ ഞങ്ങൾ ഇത്ര അധികം അച്ചാറുകൾ ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടാക്കുന്നു. സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന എങ്ങനെ? ഇപ്പൊ എല്ലാം ഞങ്ങളെ തേടി ഇവിടെ എത്തും. ഇപ്പൊ കണ്ണിമാങ്ങ പറിച്ചാൽ ഇപ്പൊ കണ്ണിമാങ്ങയുടെ കാലമാണല്ലോ. ആൾക്കാര് കച്ചവടക്കാർ ഇപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുതരും. അപ്പൊ നമ്മൾ അതിന്റെ അനുസരിച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത്. ഉണ്ട്. നമ്മളിപ്പോ ഇത് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഒരു 5 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ DTDCയുടെ സഹായത്തോടെ വെളിയിലേക്ക് അയക്കുന്നതും ഉണ്ട്. ഞങ്ങൾ പോയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ അച്ചാറ് ലോകം മുഴുവൻ പോയിട്ടുണ്ട് കേട്ടോ. മാങ്ങയുടെ തന്നെ നോക്കുവാണെങ്കിൽ കണ്ണിമാങ്ങയുണ്ട്, കണ്ണിമാങ്ങ കാന്താരി ഉണ്ട്, മിക്സ് എന്ന് പറഞ്ഞ മാങ്ങയും ക്യാരറ്റും എല്ലാം കൂടെ, പിന്നെ ഉലുവ മാങ്ങ, ഉണക്ക മാങ്ങ, അങ്ങനെ മാങ്ങയുടെ തന്നെ കുറെ വെറൈറ്റീസ്. പിന്നെ അല്ലാണ്ടുണ്ട് കേട്ടോ. നാരങ്ങയുണ്ട്, പിന്നെ ബീട്രൂട്ട്, വാഴപ്പിണ്ടിയുടെ അച്ചാറ്, ജാതിക്കയുടെ അച്ചാറ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതെ, ഇപ്പൊ റംബൂട്ടാന്റെ കാലമായ റംബൂട്ടാന്റെ അച്ചാർ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ആവശ്യക്കാർ കൂടുതലായിട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തെ കൂടുതലും വെളിയിലേക്കുള്ള ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് മെയിൻ ഞങ്ങൾ കെമിക്കലുകളൊന്നും ചേർത്തല്ല ഉണ്ടാക്കുന്നത്. എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ലെവലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു തവണ മേടിച്ചുകൊണ്ട് പോയാൽ അവര് പറഞ്ഞു കേട്ട് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് എത്താറുണ്ട്. എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വരുന്ന സ്ഥിരം കുറെ കസ്റ്റമർ ഉണ്ട്. കൊറോണ കാലത്തല്ലേ? അതെ അതെ അതെ. അത് ഞങ്ങൾ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ പിന്നെ ആത്മഹത്യയുടെ വകി നിന്ന സമയത്ത് തുടങ്ങിയതാണ്. ഇതിൽ നിന്നാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ സമയത്ത് 4 വർഷത്തിന് മേലെ.